അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പെഫോർട്ടിൻ്റെ വീഡിയോ ആണ് ഇത് വരുന്നത്. പെഫോർട്ടിൻ്റെ അടിയാളം എന്ന് വെച്ചാൽ ഈ ഒരു മരം കേട്ടോ. ഈ മരത്തിൻ്റെ അവിടെ നിന്ന് നേരെ ടോപ്പ് കയറി കഴിഞ്ഞാൽ ടെമ്പിളാണ്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കേവാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വാമിജിൻ്റെ വീടുണ്ടായിരുന്നു പറയുന്നത് മുമ്പത്തെ വ്ളോഗിൽ. മുപ്പരാളാണ് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞത്. പിന്നെ വേറൊരു അടിയാളം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് സിബ്ലിയന്മാർക്ക് അത് എന്താണെന്ന് കറക്റ്റ് അറിയില്ല, കറണ്ടിൻ്റെ എന്തോ ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇപ്പോൾ നമുക്ക് അവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊക്കെ പോകാൻ കേട്ടോ. കുറച്ചും കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ബോർഡും ഒരു സ്റ്റെപ്പൊക്കെ കാണാം. അവിടുന്ന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നടന്ന് നമുക്ക് നമ്മളെ കേവ് കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഒരു ആൾ കാണാം, ഒരു കല്ലേറ്റ് ഇങ്ങനെ പടുത്തിട്ട് അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഒക്കെ കാണാം. അങ്ങനെ നമ്മൾ നേരെ ലെഫ്റ്റ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, സ്വാമി പറഞ്ഞ ഇതൊക്കെ അനുസരിച്ചിട്ട്. ഇങ്ങനെ പോണ വഴിയിൽ അഡ്വഞ്ചർ അറിയുമ്പോൾ നമുക്ക് കോട ഇല്ലാത്തതുകൊണ്ട് എല്ലാം കാണാൻ പറ്റിയിരുന്നു. കോട ഉണ്ടെങ്കിൽ ചെറിയ വയ്യാണ്ട് കുറച്ച് ടാസ്ക്കാണ് നടന്ന പോലെ. കോട എന്ന് വെച്ചാൽ 2 മീറ്റർ അപ്പുറത്ത് കോട ഉണ്ടായതുകൊണ്ട് ഒന്നും കാണലില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് കണ്ടെത്തിയിരിക്കണതാണ്. നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് നമ്മളിപ്പം. നമ്മൾ സ്റ്റെപ്പ് കണ്ടെത്തി, നമ്മൾ കേവും കണ്ടെത്തി. അതാണ് കേവ് കാണുന്നത്, സ്റ്റെപ്പ് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് അഡ്വഞ്ചർ പറഞ്ഞിട്ട് അഡ്വഞ്ചർ വഴിയിലൂടെ നടന്നു കേട്ടോ. അതെല്ലാം സ്റ്റെപ്പ് വരുന്നത്, സ്റ്റെപ്പ് കുറച്ച് ഇപ്പുറത്താണ്. നമ്മളെ ഫ്രണ്ട്സിന് അഡ്വഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഒരു വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ടായിട്ട് ഇപ്പുറത്ത് കൂടി ഇറങ്ങിയിരുന്നു. ഇപ്പുറത്ത് കൂടി ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ നല്ല വെഹിക്കിളാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും കെയർഫുൾ ചെയ്ത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് നേരെ താഴോട്ട് പോണ നേരിലാണ് ഒരു പൈപ്പ് കിട്ടിയത്. അപ്പോൾ പൈപ്പ് കാരണം നമുക്ക് യൂസ്ഫുൾ എന്താ വെച്ചാൽ നമുക്ക് 2 പേര് ഫ്രണ്ടിൽ ബാക്കിൽ നിൽക്കണവർ പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പിടിച്ച് പോകാം. മഴ ഉണ്ട്, നല്ല വെഹിക്കിൾ ഉണ്ടായിരുന്നു. പൈപ്പ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ മഴ ചെയ്യണോണ്ട് നല്ല വെഹിക്കിൾ ഉണ്ടായത് എല്ലാവരും സേഫ് ആവുക, ഒപ്പമുണ്ടവർ സേഫ് ആക്കാൻ നോക്കുക. അങ്ങനെ അവിടെ വേറൊരു ബാഡുണ്ടെന്ന് വെച്ചാൽ അവിടെ പോണ വഴിയിൽ പ്ലാസ്റ്റിക് കുപ്പി മരത്തുമ്പിലൊക്കെ വെച്ചിട്ടാ. എന്തിനാ അറിയില്ല, അടയാളത്തിന് വെച്ചാന്നറിയില്ല. അപ്പോൾ അത് ചെയ്യണൊരു ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. കാരണം അവിടെ എടുത്ത് കളയാനും ഗവൺമെൻറ് ആരും എത്തുകയൊന്നും ചെയ്യില്ല. പ്ലാസ്റ്റിക് പരമാവധി സ്വന്തം ബാഗിൽ തന്നെ എടുക്കുക, അങ്ങനെ ഓരോന്ന് ചെയ്യുക. പിന്നെ പോണ വഴി ഒരു ഗുഹ ഉണ്ട്. ഗുഹേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മേലിന് വെള്ളം ചാടിയിട്ട് വെള്ളം ശേഖരണമാണ്. പണ്ടത്തെ കാലത്ത് രാജാവ് വെള്ളത്തിനെന്തിനോ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്പോട്ട് എത്തിയിരിക്കുക കേട്ടോ. നല്ല വെഹിക്കിൾ ഉണ്ടാണ്ട് അങ്ങനെ വെള്ളേ പോണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അഡ്വഞ്ചർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇതാണ് അഡ്വഞ്ചർ. പെഫോർട്ടിൽ കയറി ആരും ഇത് വിസിറ്റ് ചെയ്ത് പോകരുത്, മസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. ഇതും ഇതിൻ്റെ മേലത്തെ ടെമ്പിളൊക്കെ നമ്മളെ ഗുരുജിമാരെന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹിന്ദിയിൽ എന്തൊക്കെയാണ് എഴുതിക്കണേ. അപ്പോൾ മേലെ ഹിന്ദി തോടാ മാലുമേ, അതുകൊണ്ട് എനിക്ക് അധികമൊന്നും മനസ്സിലായില്ല. അവരെ ഐഡൻറ്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്ന് എഴുതിച്ചിട്ടുണ്ട് ഈ ബീരങ്കിമേ. അപ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ട പരിപാടിയാണ്. നിങ്ങൾക്ക് വേറെ പരിപാടി നീങ്ങിയും വരെ അവിടെ അത്രയും പാറുണ്ടായ ടൈമിലൊന്നും എഴുതാ ടൈം കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.